പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം 14 മൈൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് CNG ഓട്ടോറിക്ഷ എടുത്ത് ബോഡി പണി എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ നല്ല ബോഡി പണിയൊക്കെ എടുത്ത് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ, രാത്രി ഇങ്ങനെ ലൈറ്റ് ഇട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മൾ പോയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്നത് ഇതിൻ്റെ ഈ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു കടയിലാണ്. ഈ ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥനും നമ്മോടൊപ്പം ഈ ഒരു വീഡിയോയിൽ ചേരുന്നുണ്ട്. നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ഓട്ടോറിക്ഷ. സുമാർ 1 ലക്ഷം രൂപയുടെ ജോലിയാണ് ഓട്ടോറിക്ഷയിൽ. ബാക്കില് കൂളറുമായിട്ട് ഉണ്ടാവും. ബാക്കിൽ കണ്ടു കഴിഞ്ഞാൽ വണ്ടിക്ക് കൂളറില്ല, കാഴ്ചക്കൊരു ഡമ്മി കൂളർ. അതാണിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കടയിൽ 2 ദിവസമായിട്ട്. അതെ അതെ, ബാബുട്ടിന്റെ അദ്ദേഹം വേറെ വണ്ടി ഇതേമാതിരി പണിയെടുത്ത വണ്ടി കണ്ടിട്ട് അവര് നമ്പർ വാങ്ങിയിട്ട് വിളിച്ച് സെറ്റ് ചെയ്ത് വന്നതാണ്. ഒരു മാസം ഇവിടെ വന്നിട്ട് 1 മാസം ഇവിടെ റൂം എടുത്ത് കൂടിയിരിക്കുന്നു. അപ്പൊ ഒരു 10 ദിവസത്തെ പണി ബോഡി വർക്ക് ഉണ്ട്. പിന്നെ പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിംഗ് അവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതൊരാഴ്ചയോളം പെയിന്റിംഗ് എടുത്ത്, പിന്നെ അതേമാതിരി അപ്പോൾസ്റ്ററി വർക്ക്, സീറ്റിന്റെ വർക്ക്, വുഡിന്റെ വർക്ക്, അതൊരു 10-15 ദിവസം അതും പിടിച്ചു. ഇപ്പൊ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഒക്കെ ഇവിടുന്ന് ചെയ്തതാണ്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ ഈ തേഞ്ഞിപ്പലം പഞ്ചായത്ത് 14 മൈലില് ഇപ്പൊ ഈ ബോഡി പണിക്ക് ഒരു ഓട്ടോറിക്ഷ വന്നാലേ എല്ലാ പണിയും കഴിഞ്ഞ് ഈ ഒരു 14 മൈലിൽ പോകാൻ പറ്റും. അതെ അതെ, പോകാൻ പറ്റും. അതെ അതെ, എല്ലാ വർക്കും എടുക്കാൻ 1 മാസത്തെ ടൈമില് ചെയ്ത് പോകാൻ പറ്റും. എല്ലാ പണി എടുത്ത് പോകാൻ പറ്റും. അപ്പൊ ഈ ഒരു വണ്ടി ഇനിയിപ്പോ പിന്നെ പൂമോന്റെ വർക്ക് മാത്രമേ തീർക്കാനുള്ളൂ. അതെ അതെ, ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് വർക്ക്. നിങ്ങളോട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത് ഈ വണ്ടിക്ക് ചെയ്യാൻ വേണ്ടി? ഈ വണ്ടി മൂപ്പര് ഫോട്ടോ കാണിച്ചതാണ്, ഇവിടുന്ന് വർക്ക് എടുത്ത വണ്ടിന്റെ. അതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. അതെ അതെ, ചെയ്തുകൊണ്ട് ഞങ്ങൾ മൊത്തം വീഡിയോ കണ്ടാൽ മനസ്സിലാവും ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്. നാളത്തോടു കൂടി കഴിയും. നാളെ ലാസ്റ്റ്, നാളെ ഫിനിഷ് ചെയ്ത് പോകും ഇവിടെ. അതെ അതെ. പുതിയ വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ ഈ ഒരു മലപ്പുറത്ത് വന്നേ ഈ ഒരു വണ്ടി ഇപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു കോലത്തിലാക്കാൻ ഇവിടെ വരാണ്ടായ കാരണം? ഇവിടെ വരാനുള്ള കാരണം നമ്മള് കുടുംബക്കാരുണ്ടായിരുന്നു ഇവിടെ പട്ടാമ്പിയില്. അന്നേരം നമ്മള് ഒരു കാറുമായിട്ട് ഇങ്ങനെ പട്ടാമ്പിയിലെ കുടുംബക്കാരെടുത്ത് പോകുമ്പോ ഇതുപോലത്തെ ഒരു വണ്ടി കണ്ടിപ്പോ ഇഷ്ടപ്പെട്ടു. പണിയെടുത്ത് ഒന്ന് ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്ത് ഫുള്ള് വണ്ടിയുടെ. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു എന്നിട്ട് ഇത് എവിടുന്ന പണിയെടുപ്പിച്ചേന്ന്. അന്നേരം അവര് ഒരു ബാബുവേട്ടൻ എന്ന് പറഞ്ഞ് ഒൽപ്പുറം 14 ബാബുവേട്ടൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ നമ്പർ വാങ്ങിച്ച് എന്നിട്ട് പിറ്റേന്ന് വിളിക്കുക ചെയ്തേ. പിന്നെ അവര് ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് വന്ന് അത് കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞ് ഈ വണ്ടി പണിയെടുപ്പിക്കാൻ 1 മാസമായി. അല്ലല്ല, അത് ഞാൻ വന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വരും. 1 ആഴ്ചയെല്ലാം കഴിഞ്ഞിട്ട് ഓരോ സാധനം കൊണ്ടുവരാനല്ലോ. പിന്നെ ഫാമിലി ആയിട്ട് 2 ദിവസമായി വന്നിട്ട്. അത് വണ്ടി ലാസ്റ്റ് പണി തീരുമ്പോ വരാൻ പറഞ്ഞോണ്ട് കാണാൻ വേണ്ടി അങ്ങനെ വന്നയാ. ഇല്ല 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 ഇല്ല, നമ്മുടെ അവിടെ വേറെ മോഡലാണ്. അത് നെറ്റിയൊക്കെ ഭയങ്കര ഇതായില്ല. ഇല്ലില്ല. ഇനി അവരെന്നെ നമ്മളെ സ്റ്റാൻഡിൽ തന്നെ കുറെ പേര് അവര് ചോദിക്കുന്നുണ്ട് ഇത്രയും മാസം എന്നാ പണിയെടുക്കുന്നതെന്ന്. അതെ അതെ അതെ. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. പിന്നെ എന്നെ കാണാട്ടോണ്ട് അവര് വിളിച്ചു ചോദിച്ചു വണ്ടി എവിടെയാ കാണാതെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വണ്ടി ബോഡി പണിക്ക് വെച്ചാന്ന് പറഞ്ഞു.
പിന്നെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതിന്റെ അവസ്ഥ ഫീസ് വർക്കാണ് നമ്മുടെ പൂമോനൊക്കെ നടക്കുന്നത് അല്ലേ? ഫിനിഷ് വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. അത് പൂമോന് നല്ല ആത്മാർത്ഥമായോണ്ട് ഇപ്പൊ നൈറ്റിൽ ഇപ്പൊ എടുത്തോണ്ടിരിക്കല. ഫാമിലി വണ്ടി പണി തീരാറായപ്പോ അങ്ങനെ കൂട്ടി വന്നു. ഇതാ ചെറിയോനുണ്ട് ഇവിടെ. ഇങ്ങോട്ടോ പഠിക്കലുണ്ട്. പിന്നെ അത്യാവശ്യം പണിയില്ലെങ്കിൽ ഏതും കാറില് ഇതിലെ പോക്കുണ്ടായിരുന്നു ഞാന് ഒരു വെട്ടം VRC ഹോസ്പിറ്റലില്. തിരൂര് VRC ഹോസ്പിറ്റലിൽ പോക്കുണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ കാണലുണ്ട്. പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു ഓരോ വണ്ടി. പുതിയ വണ്ടി ഇറക്കി ഓണത്തിന് ഇറക്കിയതാ. പിന്നെ 5 മാസം ഓടിയിട്ട് പിന്നെ അങ്ങനെ എല്ലാ വർക്കുകളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ? അതെ കോടിപ്പണി ഒരു സ്ഥലത്ത്, അതേപോലെ പെയിന്റിങ്, ഇപ്പോഴത്തെ ഈ ഒരു പൂമോനടുത്തുള്ള ഈ ഒരു പണി, അതുപോലെ സീറ്റിന്റെ വർക്ക്, ഇങ്ങനത്തെ ഒരു കുടക്കീഴിലുള്ള സാധനം കണ്ണൂർ ജില്ലയിൽ അപൂർവമാണ് അല്ലേ? അതെ. പിന്നെ അങ്ങോട്ടും ഉണ്ട്, മോഡൽ മാറ്റുന്നേ ഉള്ളൂ. മോഡൽ മാറ്റം. അവിടെ ഈ മുകളിലെ ഫുഡൊന്നും ഇങ്ങനെ ആവൂലല്ലേ? ഇല്ല. അവിടെ ഭയങ്കര ഹൈറ്റിലായിട്ട് ഈ ഫ്രണ്ടൊക്കെ ഇങ്ങനെ വീതി ആയിട്ടാ ഇവിടെ. ഇത് ഒതുക്കി കെട്ടിയിട്ട് നല്ല മോഡലാണ്. വണ്ടി ഹൈറ്റ് കുറവല്ലായിട്ട്. ഇല്ല. പിന്നെ നല്ല പണിയാ, നല്ല സ്വഭാവമാണ്. വിചാരിച്ച പോലെ വർക്കല്ല നമ്മൾ പറയാൻ തന്നെ ചെയ്ത. പിന്നെ ഞാൻ ഇതിപ്പോ ആദ്യമായിട്ട് കാണുന്നത് ഇന്ന് വന്നപ്പോ അത്ഭുതമായിപ്പോയി. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പറയാണ്ടെന്നില്ല. പിന്നെ പിന്നെ അങ്ങനെ ഞാൻ പറയൂ. ബേക്കില് AC ഇട്ടുണ്ട്, TV അങ്ങനത്തെ. ഇല്ല, ഞാൻ ഇതൊന്നും ഇപ്പൊ കാണുന്നു. പഴയ വണ്ടി അങ്ങനത്തെ എല്ലാം ഇത് പണ്ടേ ഇങ്ങനെ തന്നെയാ, എല്ലാം മോഡലാക്കി എടുക്കും.